25 വർഷത്തെ സേവന പരിചയമുള്ള ടെക്നീഷ്യന്മാർ കൂടാതെ എല്ലാ ടെസ്റ്റുകൾക്കും 15% വിലക്കിഴിവും. വൈറ്റമിൻ ടെസ്റ്റുകൾക്ക് പ്രത്യേക പാക്കേജും ഇവിടെ ലഭ്യമാണ്. വേഗമാകട്ടെ, ഈ അവസരം പ്രയോജനപ്പെടുത്തൂ. കാരുണ്യ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കൽ ലബോറട്ടറി, ഒറ്റപ്പാലം. ശ്രദ്ധേയമായി യുവാക്കളുടെ രക്തദാന ക്യാമ്പ്. 20ഓളം യുവാക്കളാണ് ഇന്ന് രക്തദാന ക്യാമ്പിൽ പങ്കാളികളായത്. അമ്പലപ്പാറയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലെത്തി ബ്ലഡ് ഡൊണേഷൻ നടത്തിയത് ശ്രദ്ധേയമായി. അമ്പലപ്പാറ ടൗൺ ടീം എന്ന ചെറുപ്പക്കാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ബ്ലഡ് ഡൊണേഷൻ നടത്തിയത്. 20ഓളം ചെറുപ്പക്കാരാണ് ബ്ലഡ് നൽകിയത്. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളവരാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളതെന്ന് രക്തദാനത്തിന് നേതൃത്വം നൽകിയ അഷ്റഫ് പറഞ്ഞു. ചെറുപ്പക്കാരെല്ലാവരും കൂടിയിട്ട് സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി എല്ലാവർക്കും പറ്റും എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചത്. എല്ലാം നമ്മുടെ ചെറിയ പ്രായത്തിലുള്ള ചെക്കന്മാർ തൊട്ട് എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്കും ഇതുപോലെ സമൂഹത്തിന് മെസ്സേജ് കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം എല്ലാവർക്കും നിലവിൽ. സമൂഹത്തിന് നല്ല സന്ദേശം നൽകുക എന്നതാണ് ലക്ഷ്യം വെച്ചതെന്ന് രക്തദാനത്തിനെത്തിയ രാഹുലും പങ്കുവച്ചു. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ പല ആളുകളും പുതിയതായിട്ട് രക്തം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന വളരെ എല്ലാ പ്രയാസമുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു വിമുക്തമായി വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പരിപാടി ചെയ്യുന്നത്. മറ്റുള്ളവർക്കും കൂടി പ്രചോദനമാവണം. ഈ കാലത്ത് ഏറ്റവും വലിയൊരു നന്മ ആണ് ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ 10-20ഓളം ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ചെറുപ്പക്കാർ ഇത്തരത്തിൽ രക്തദാനത്തിന് മുന്നോട്ട് വരുന്നതിൽ സന്തോഷമുണ്ടെന്നും ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ യുവാക്കൾ മുന്നോട്ട് വരണമെന്നും താലൂക്ക് ആശുപത്രി ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അൻവർ സാദത്ത് പറഞ്ഞു. അമ്പലപ്പാറ ടൗൺ ടീം സംഘടിപ്പിച്ച ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഇന്നിവിടെ നടന്നത്. ഒരു കൂട്ടം ചെറുപ്പക്കാർ വന്നിട്ട് ബ്ലഡ് കൊടുക്കാൻ സന്നദ്ധത അറിയിച്ചത് വളരെ അഭിനന്ദനാർഹമാണ്. ഒരുപാട് സന്തോഷം തോന്നി. ഇനിയും യുവാക്കൾ ഇത്തരം വിഷയങ്ങളിലേക്ക് കടന്നു വരാൻ യുവാക്കൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.